ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് ബ്രദറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുള്ളത് നിങ്ങൾക്ക് പരിചയമുള്ള ആൾ തന്നെയാണ്. IHS മിനിസ്ട്രിയുടെ കോർഡിനേറ്റർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട മനോജ് ബ്രദറാണ്. അദ്ദേഹം കൊല്ലത്ത് നിന്ന് നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടേക്ക് പ്രത്യേക ത്യാഗമൊക്കെ ചെയ്ത്, കാരണം നിങ്ങൾക്കറിയാം കാലാവസ്ഥയുടെ പ്രതികൂലം അറിയാം, അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് പുതിയ വിഷയത്തിലേക്ക് വരാം. എന്തോ ഒരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതായത് 2-3 ദിവസങ്ങളായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. ഇപ്പോൾ 2-3 വീഡിയോ, ഈ കാത്തലിക് ബ്രദറിൻ്റെ 2-3 വീഡിയോകളായിട്ട് ശുദ്ധീകരാത്മാക്കളെ കുറിച്ചാണ് ബ്രദർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് അങ്ങനെ പറയുന്നതിനുള്ള കാരണം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്ലാൻ ചെയ്തല്ല അങ്ങനെ ഈ വീഡിയോസ് ഞാൻ ചെയ്തത്. ഒരു സഹോദരൻ, ഒരു യുവാവ് എന്നൊരു സംശയം ചോദിച്ചു. അതായത് കുടുംബഭിക്ഷ വിശുദ്ധീകരണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അതിൽ എന്തുമാത്രം കത്തോലിക്ക വിശ്വാസം ചേർന്നതാണ്, അതേക്കുറിച്ചൊരു ഉത്തരം പറയാമെന്ന് ചോദിച്ചപ്പോൾ ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കൊണ്ട് തോന്നിയതുകൊണ്ട് അങ്ങനെ സംസാരിച്ച് തുടങ്ങിയത് പിന്നെ ഈ പറഞ്ഞ 3 വീഡിയോത്തിലേക്കാണ്. ഈ പറഞ്ഞതുപോലെ 4ാമത്തെ വീഡിയോ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ പൂർണ്ണ വരികളും ഒന്നും ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അത് എന്തുമാത്രം അത് വാസ്തവമാണെന്നുള്ളത് കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതേക്കുറിച്ച് പറയാൻ ശ്രമിക്കാവേ. നമ്മൾ സാറിനറിയാമല്ലോ, തിരുസഭയുടെ വിശ്വാസമനുസരിച്ച് ഈശോയുടെ 2ാമത്തെ വരവോട് കൂടി ശുദ്ധീകരണ സ്ഥലം തന്നെ ഇല്ല. അന്ത്യദിന സമയത്തെക്കുറിച്ച് ഈശോ പറയുന്നത് പോലെ വലതുഭാഗത്തുള്ളവരും ഇടതുഭാഗത്തുള്ളവരും കൂടും, കോലാടുകളും ചെമ്മനാടുകളും കൂടും, ഇടയ്ക്കൊരു ആടില്ല. അപ്പം എല്ലാവർക്കും സ്വാഭാവികമായിട്ട് തോന്നേണ്ട ഒരു ചിന്തയാണ്. അങ്ങനെയെങ്കിൽ ഈ യുഗാന്ത്യ സമയത്ത് ജീവിച്ചിരിക്കുന്നവരുടെ അവസ്ഥ എന്താവും? കാരണം എല്ലാവരും വിശുദ്ധരായിരിക്കുകയല്ലോ, പൂർണ്ണമായ വിശുദ്ധി പ്രാപിക്കാത്ത പലരും ഉണ്ടാവുകയും ചെയ്യും. അവരുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൂടാതെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ ആ സമയത്തേക്കുള്ളവർ കാര്യം ചെയ്യും, ആ രീതിയിൽ കിടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ആ നാടുകളിലൊക്കെ മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന അവസ്ഥ എന്തായിരിക്കും? ഭൂമിയുള്ളവരെ സംബന്ധിച്ച് വേണമെങ്കിൽ നമുക്ക് 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, കാരണം യുഗാന്ത്യ സമയത്ത് രക്തസാക്ഷിത്വം ഉണ്ടാകുന്ന വിഷയം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് യുഗാന്ത്യ സമയത്ത് ജീവിച്ചിരുന്നവർ രക്തസാക്ഷിത്വം വഴി നമുക്ക് ശുദ്ധീകരണം കൂടാതെ തന്നെ സ്വർഗത്തിൽ പോകുന്ന പറയാൻ വേണ്ടി പറ്റും. അതുകൂടാതെ തന്നെ യുഗാന്ത്യ സമയം ആകുമ്പോഴേക്കും സ്നേഹത്തിൻ്റെ ഒരു ആധ്യാത്മിക സഭയിൽ പരക്കുന്ന വഴിയായിട്ട് അങ്ങനെ പ്രവേശിക്കാൻ പറയാൻ വേണ്ടി പറ്റും. പക്ഷേ കുറച്ച് നാൾക്ക് മുമ്പ് ഈ ശുദ്ധീകരണാവസ്ഥയിൽ പ്രവേശിച്ച കാര്യം എന്തായിരുന്നു? അതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന 1-2 കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം പോകുന്നത്. എനിക്ക് ഒരു ചിന്ത വരികയാണ്. യുഗാന്ത്യ സമയം ആകാറാകുമ്പോഴേക്കും ഭൂമിയിലുള്ള ദൈവത്തെ സ്നേഹിക്കുന്ന ആത്മാക്കളോട് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാൻ ഒരുപക്ഷെ മറ്റെല്ലാ കാലഘട്ടത്തേക്കാൾ ഉപരി ദൈവം പ്രചോദിപ്പിക്കും. ഒരു സാധ്യതയാണത്. അതായത് ഒരുപക്ഷെ യുഗാന്ത്യ സമയത്തിന് മുമ്പ് സഭയിൽ ജീവിച്ചിരുന്ന വിശ്വാസികളെക്കാൾ ഉപരി യുഗാന്ത്യ സമയത്ത് ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ മുൻപ് ഉള്ള എല്ലാ വിശ്വാസികളെക്കാൾ കൂടുതൽ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്തും അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്തും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കും. പെട്ടെന്ന് തന്നെ ശുദ്ധീകരണാവസ്ഥയുള്ള ശുദ്ധീകരണം പൂർത്തിയാവുകയും സുഖത്തിലേക്ക് നീങ്ങുകയും സാധ്യതയാവുകയും ചെയ്യും. അപ്പോൾ ഒരുപക്ഷെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെയുള്ള നിരന്തരമായ ആഹ്വാനം ഈശോ 2ാം വരവിനെ ത്വരിതപ്പെടുത്തലാണ് എന്നുകൂടി വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. അതേസമയത്ത് വലിയ സാധ്യതയാണ്. ഇപ്പം എൻ്റെ മനസ്സിൽ ഇത് നമ്മൾ മാത്രമല്ല, ഈ കാലഘട്ടങ്ങളിൽ കേരള സഭയിൽ അനേകം പേര്, പല സ്ഥലങ്ങളിലായിട്ട് അനേകം പേര് ഒരുപക്ഷെ മറ്റെല്ലാ കാലഘട്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ശുദ്ധീകരണാവസ്ഥയിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളൊരു പ്രേരണ, അത് പരിശുദ്ധാത്മാവ് എടുക്കുന്ന ഒരു വലിയ പ്രചോദനമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ആത്മാവ് ഇങ്ങനെ ഈ തുടരെ ശുദ്ധീകരാത്മാക്കളിൽ പ്രാർത്ഥിക്കുന്നു പറഞ്ഞുകൊണ്ട്
നമ്മളെ കൊണ്ട് വീഡിയോ അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞതുപോലെ ശുദ്ധിയാത്മാക്കൾ എത്രയും പെട്ടെന്ന് ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് നീങ്ങാനുള്ള ഇനി രണ്ടാം വരവ് ആശ്രിതമായില്ലെങ്കിൽ തന്നെ ഇത് അല്ലേ നമ്മുടെ ഏറ്റവും വലിയ സ്നേഹപ്രവൃത്തിയാണല്ലോ അവിടെ വേദന അനുഭവിക്കുന്ന അവർ എത്രയും പെട്ടെന്ന് ശുദ്ധീകരിക്കപ്പെട്ട് പോവുക എന്നുള്ളത്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ കാണുന്നവർ ഇതിനു മുമ്പുള്ള ഒരു 2 വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും കാണും. ഇതിൻ്റെ കൂടെ ഞങ്ങൾ അറ്റാച്ച് ചെയ്യും. കാരണം ശുദ്ധിരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യത പറയുന്നുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ മുമ്പ് നമ്മളതിനെക്കുറിച്ച് പറഞ്ഞിട്ടും കഴിഞ്ഞൊരു വീഡിയോയിലും ഏതാരാണെന്ന് ചോദിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആകപ്പാടെ ഇത് സംശയം ഉണ്ടാക്കുകയാണല്ലോ, ശുദ്ധിരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. അത് ഇപ്പോഴത്തെ വീഡിയോക്കകത്ത് മുഴുവൻ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ശുദ്ധിരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് പറയുന്നത് ശുദ്ധിയാത്മാക്കൾക്ക് വേണ്ടി ധൃതി അല്ലെങ്കിൽ വീണ്ടും ആവേശപൂർവ്വം എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറയുന്നു എന്നതിനെ കുറിച്ചാണ്. ഒരു 2 സംഭവം കൂടി പെട്ടെന്ന് പറഞ്ഞിട്ട് നിർത്താൻ തോന്നുന്നു. ശുദ്ധിയാത്മാക്കളെ കുറിച്ച് എനിക്ക് നമുക്ക് ഈശോ അറിഞ്ഞ നാളെന്നൊരു അറിവൊക്കെ ഉണ്ട്. ഇത് ശക്തമായി തീർന്നത് പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിൽ ഉള്ള രീതിയിലുള്ള ഒരു അറിവിലേക്ക് നയിച്ചത് ഒരു 15 വർഷം മുമ്പുള്ള സംഭവമാണ്. നമ്മുടെ പുസ്തകങ്ങളും മറ്റും വായിച്ച് ഒരു സഹോദരൻ ഞാനായിട്ട് കോണ്ടാക്റ്റിലായി. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ദൈവസ്നേഹം ഒട്ടും ഇല്ലാത്ത വ്യക്തിയായിരുന്നു, ലൗകികനായിരുന്നു. അങ്ങനെ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇദ്ദേഹത്തിന് വേണ്ടി ശുദ്ധിരാത്മാക്കളോ മധ്യസ്ഥം വഴി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ശുദ്ധിരാത്മാക്കളെ, എൻ്റെ മകൻ ഇങ്ങനെ വഴി നടക്കുകയാണ്, അവൻ്റെ മാനസികത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അന്നൊരു കുറച്ച് കുർബാന ചെല്ലിച്ചു. അത്ഭുതകരമായ രീതിയിൽ ആ കുർബാനയിൽ ചൊല്ലിയ ശേഷം പെട്ടെന്ന് ഇദ്ദേഹത്തിന് വലിയൊരു മനസ്സൊന്നും ഉണ്ടാകുകയാണ്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുള്ള ചിന്ത, നമ്മൾ തിരിച്ചായപ്പോഴും ചിന്തിച്ചേക്കുന്നത് ശുദ്ധിരാത്മാക്കൾക്ക് നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ. അപ്പം ശുദ്ധിരാത്മാക്കൾ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നൊരു ചിന്ത അപ്പോഴെനിക്ക് വരുന്നത്. പക്ഷെ അപ്പോഴൊന്നും പറയുന്ന സമയം വരെയും ഭൂരിഭാഗം ജനത്തിന്റെയും ചിന്ത തന്നെയാണ് ഇപ്പോഴും തന്നെയായിരിക്കും അല്ലേ. ശുദ്ധിരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, പക്ഷെ അവർക്ക് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു ഇതേയില്ല. അന്ന് ആ ആന്റി പറയുമ്പോഴും ഇത് ഇച്ചിരി കടന്നരായി അല്ലേ ചിന്ത എനിക്കുണ്ട്. പക്ഷെ ആന്റി ഉറപ്പായിട്ട് പറയുകയാണ്, ഈ മോനും ശുദ്ധിരാത്മാക്കൾ ഭയങ്കര സ്നേഹമാണ്. പിന്നീടാണ് നമ്മൾ സഭയുടെ പ്രബോധനം നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് സഭയിൽ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് വായിച്ചു കേൾപ്പിക്കും അല്ലേ. വായിച്ചു സഭയുടെ സഭയുടെ മതബോധന ഗ്രന്ഥം 958 അത് ഭാഗം പഠിപ്പിക്കുമ്പോഴാണ് പുണ്യവാന്മാരുടെ ഐക്യത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴാണ് നമുക്കറിയാം. പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയസഭയിലുള്ളവർ, സമരസഭയിലുള്ളവർ, സഹസഭയിലുള്ളവർ, സ്വർഗത്തിലുള്ളവർ, ശുദ്ധീകരണാവസ്ഥയിലുള്ളവർ, ഭൂമിയിൽ തിരുത്താവ സഭയിലുള്ളവർ, ഇത് തമ്മിൽ പരിശുദ്ധാത്മാവിൽ സ്നേഹത്തോടെ ഐക്യമാണല്ലോ പുണ്യവാന്മാരുടെ ഐക്യം. അതെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ്. ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് 958 CCC 958 അവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന, അതായത് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന അവരെ സഹായിക്കാൻ മാത്രമല്ല, നമുക്ക് വേണ്ടിയുള്ള അവരുടെ മാധ്യസ്ഥം കൂടുതൽ ഫലപ്രദമാക്കാൻ ഉപകരിക്കും. തീർച്ചയായിട്ടും ഇപ്പം ഞാനോ മനോജ് സാറോ നമ്മളിപ്പോൾ സ്വർഗം ഉറപ്പാക്കിയതല്ല അല്ലേ. നമ്മളതിനുള്ള ആഗ്രഹത്തിനും പ്രശ്നത്തിലാണെങ്കിലും മരണം വരെ നമുക്ക് വീണ്ടും കാണാൻ സാധ്യതയുണ്ട്. ശുദ്ധീകരണാത്മാക്കൾ സ്വർഗം ഉറപ്പാക്കിയവരാണ്. അപ്പോൾ വിശുദ്ധരാണ് ഒരു പരിധി വരെ. അപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം ഫലപ്പെടുന്ന ഉറപ്പാണ്. നമ്മൾ ഉറപ്പാണ്. ഭൂമിയിലുള്ള ഇപ്പോൾ ഭൂമിയിലുള്ള നമുക്ക് പരിചയമുള്ളവരോടോ ശുശ്രൂഷകരോടോ ധ്യാനങ്ങൾക്ക് പ്രാർത്ഥന ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഒരർത്ഥത്തിൽ അവരുടെ പ്രാർത്ഥനയേക്കാൾ ഫലദായകമാണ് ശുദ്ധീകരണാത്മാക്കളുടെ പ്രാർത്ഥന. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ശുദ്ധീകരണാത്മാക്കളോട് ശക്തമായി മധ്യസ്ഥം വഹിക്കുന്ന ഒരു വിശുദ്ധാത്മാക്കൾ മധ്യസ്ഥം വഹിക്കണം, ശുദ്ധീകരണാത്മാക്കളുടെ മധ്യസ്ഥം വഹിക്കണം. ഞാൻ പറയുന്നത് തിയോളജിയൊന്നുമല്ല, നിങ്ങൾ പറയുകയാണ്. ശുദ്ധീകരണ മധ്യസ്ഥം വഹിച്ചാൽ ഉള്ളതെന്താണ്? അപ്പോൾ അവരുമായിട്ട് നമ്മൾ നല്ല സ്നേഹബന്ധത്തിലാവുകയും അവരോട് നമ്മൾ അവരോട് മധ്യസ്ഥം വഹിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവർക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ അവർ പെട്ടെന്ന് ശുദ്ധീകരിക്കപ്പെടുകയും തങ്ങൾക്കൊരു സഹായം കിട്ടിയ നിലയിൽ നമുക്ക് വേണ്ടി അവർ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരു പരസ്നേഹം, ഒരു പരസ്പര സഹായം എന്ന രീതിയിൽ. അതുകൊണ്ട് അവരോടുള്ള മധ്യസ്ഥം നമ്മൾ ശക്തമാക്കണം. അത് അവരുടെ മധ്യസ്ഥൻ്റെ എഴുന്നേലേക്ക് നമ്മൾ വരണം. ഒരു അനുഭവം കൂടി ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കും. 8-10 വർഷം മുമ്പ് എൻ്റെ ഉള്ളിലേക്ക് ശക്തമായ പ്രേരണ വന്നു, ശുദ്ധിയാത്മാക്കളുടെ സിനിമയാണ് പ്രാർത്ഥിക്കണം.
അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു, എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഒരു കർണക്കൊന്ത എങ്ങനെയെങ്കിലും, ഇനി എങ്ങനെ അല്പസമയം അങ്ങോട്ടേക്ക് മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പാണ് ചെല്ലിയിരിക്കും. അങ്ങനെ വർഷങ്ങൾ തന്നെ ഇങ്ങനെ ചെല്ലി പോകുന്ന ഒരു പ്രത്യേക സമയത്ത് വലിയ ആത്മീയ സമരത്തിലോ സംഘർഷം ഞാൻ ഏർപ്പെട്ടു. ഒത്തിരിയേറെ ആത്മീയ വേദനകൾ കടന്നു പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നായിക്കന്മാരുടെ അച്ഛനും അദ്ദേഹത്തിൻ്റെ കൂടെ സിസ്റ്റർ വേദന മറന്നുപോയി. ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ആ സിസ്റ്റർ ദർശനം കിട്ടിയിട്ട് സിസ്റ്റർ പറയുകയാണ്, ഒരു കാഴ്ച കാണുന്നുണ്ടോ, അനേകം ശുദ്ധിരാത്മാക്കൾ ബിജുവേറിൻ്റെ അടുത്ത് നിൽക്കുന്നു, ബിജുവേറിൻ്റെ മധ്യസ്ഥം വഹിക്കുന്നു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വലിയ ആത്മീയ വിഷമത്തിലാണെങ്കിലും വലിയൊരു സന്തോഷത്തിലേക്ക് ഞാൻ വന്നു. അതായത് ഞാൻ കഠിനമായൊരു മാനസിക സംഘർഷത്തിലും ആത്മീയ സംഘർഷത്തിലായ സമയത്ത് ഞാൻ ആർക്ക് വേണ്ടി ധാരാളമായിട്ട് മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരുന്നുവോ അവരെനിക്ക് വേണ്ടി ശക്തമായ മധ്യസ്ഥം വഹിച്ച് ഒരു സംരക്ഷണ കോട്ട പോലെ എൻ്റെ കൂടെ നിൽക്കുന്ന ആരനുഭവം. അത് പുണ്യവാന്മാരുടെ ഐക്യം എന്നുള്ള സഭയുടെ വിശ്വാസ സത്യം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും പിന്നെ കൃത്യമായിട്ട് ശുദ്ധിരാത്മാക്കളോട് എന്നുള്ള ബന്ധം, അല്ലെങ്കിൽ പരസ്പര ബന്ധം അത് കൂടുതൽ മനസ്സിലാക്കുന്നതിന് ഒത്തിരിയേറെ ഉപകരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ ശുദ്ധിരാത്മാക്കൾ വീഡിയോ ചെയ്യുമ്പോൾ ഉള്ള ഒരു വലിയൊരു ആഗ്രഹം, ഇത് കേൾക്കുന്നവർ ശുദ്ധിരാത്മാക്കളുള്ള സ്നേഹവും ബന്ധവും വർദ്ധിപ്പിക്കണം, അവർക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ അവരോട് മധ്യസ്ഥം വഹിക്കുന്ന ഒരു ശൈലി കൂടി വളർത്തിയെടുക്കണം എന്ന ഒരു ചിന്ത കൂടി ഈ ശുശ്രൂഷയുടെ പുറകിലുണ്ട്. ഇതാണ് ഏതാണ്ടൊക്കെ പറയാനുള്ളത്. ഇനി കൂടുതൽ പ്രചോദനമുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വന്നിരിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് രീതിയിൽ അങ്ങോട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വഴി അവർക്കും അവർ പ്രാർത്ഥിക്കുന്ന വഴി നമുക്കും. അപ്പോൾ നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കേണ്ട ഒരു കാര്യമായി തന്നെ നമ്മുടെ ആത്മീയ രക്ഷയ്ക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമായി തന്നെ സ്വീകരിക്കണം. അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മളിങ്ങനെ പറഞ്ഞു എന്നതിനപ്പുറത്ത് ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്ന നിലയിൽ നമ്മൾ അവശ്യം ചെയ്തിരിക്കേണ്ട കാര്യമാണ്. ഇത് നമ്മൾ ചെയ്യാത്ത പക്ഷേ നമ്മൾ ആത്മരക്ഷണത്തിൻ്റെ ബാധ്യത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുള്ളത് നമുക്ക് ഒരു ഓപ്ഷനല്ല, ഓപ്ഷനല്ല, വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഇപ്രകാരം ചെയ്തേ പറ്റും. അതാണ് പുണ്യവാന്മാരുടെ ഐക്യം ഒരു സത്യം നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിക്കും. കർത്താവായ ഈശോയെ, സ്വർഗത്തിലുള്ളവരും ശുദ്ധീകരണാവസ്ഥയിലുള്ളവരും തീർത്ഥാടക സഭയുള്ളവരുമെല്ലാം അങ്ങയുടെ ഏക ശരീരത്തിൻ്റെ പല അവയവങ്ങളാണല്ലോ. ഞങ്ങൾ തന്നെ അറിയാം, ഞങ്ങളുടെ ശരീരത്തിലെ ഒരവയവം കൊണ്ട് മറ്റൊരു അവയവത്തെ സഹായിക്കാൻ പറ്റും. അതിനേക്കാൾ കൂടുതൽ പൂർണ്ണമായ കാര്യമാണല്ലോ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ വേണ്ടി പറ്റും. വിശുദ്ധരുടെ മധ്യസ്ഥം നേടാൻ വേണ്ടി പറ്റും. അവരുടെ മാതൃക സ്വീകരിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ശുദ്ധിരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ സഹായിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ അവരുടെ സഹായം സ്വീകരിക്കാൻ വേണ്ടി പറ്റും. കർത്താവെ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ നിന്നുള്ള ആ വലിയ രഹസ്യത്തിൽ പങ്കുചേർന്നതുകൊണ്ട് എത്ര വിസ്മയാവഹമായ കൃപാവരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കർത്താവ് ഒത്തിരി നന്ദി പറയുന്നു. തിരുസഭയോട് നന്ദി പറയുന്നു. തിരുസഭയിലെ ഓരോ രഹസ്യങ്ങളെയോട് നന്ദി പറയുന്നു. ഇതിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ഈശോയെ അങ്ങയോടും അങ്ങയുടെ സഭയോടും സഭയുടെ ദിവ്യ രഹസ്യങ്ങളോടും വലിയ സ്നേഹവും ആഭിമുഖ്യവും അതിലുള്ള അഭിമാനം ഉണ്ടാകുവാൻ നിമിഷത്താഴ്ന്ന പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വരനും.